ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി റമലാൻ. അപ്പോൾ ആദ്യത്തെ നോമ്പല്ലേ, ഇടയത്താഴത്തിന് എഴുന്നേറ്റതാണേ. സമയം ഇപ്പോൾ 4:45 ഞാൻ കുറച്ച് താമസിച്ചിട്ടാണ് എഴുന്നേറ്റത്. കാരണം എനിക്ക് നല്ല സുഖമില്ല, പനി, ചുമ, ജലദോഷം, അങ്ങനെ തുടങ്ങിയ എല്ലാ അസുഖങ്ങളും ഉണ്ട്. ഒട്ടും വയ്യാണ്ടിരിക്കുകയാണ്. ഉമ്മതേ നേരത്തെ എഴുന്നേറ്റ് പുട്ട്, മുട്ട, കട്ടൻ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല കേട്ടോ, വീട്ടിൽ ആർക്കും വയ്യ, എല്ലാവർക്കും പനിയാണ്, കുട്ടികൾക്കടക്കം. ഇച്ചിരി ഒന്ന് വിട്ടു വെക്കുന്നത് പാത്തൂസ് മാത്രമാണ് കേട്ടോ. ഞാൻ താമസിച്ച് എഴുന്നേറ്റതുകൊണ്ട് തന്നെ ഇനിയും വീഡിയോ എടുത്തൊക്കെ കറങ്ങി നടന്നാൽ ബാങ്ക് വിളിക്കുന്ന ടൈം കഴിയും. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് ഒലുവൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ബാങ്ക് കൊടുത്തു. പിന്നെ പോയി നിസ്കരിച്ച് കുറച്ച് ഓതിയൊക്കെ ഇരുന്ന് കുറച്ച് നേരം കിടന്നു കേട്ടോ. നല്ല ക്ഷീണമുണ്ട്, പെട്ടെന്ന് ഉറങ്ങിപ്പോയി. രാത്രി 5 ദിവസവും വയ്യാത്തത് കൊണ്ട് തന്നെ ഉറക്കമൊക്കെ നല്ല കുറവാണ്. പിന്നെ കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റത്. അപ്പോഴേക്കും 5 ദിവസം എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കുട്ടപ്പനായി ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. ബിലു നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടിയാണ് കേട്ടോ. ഇവരെ സിറ്റ് ഔട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ പാമൂസ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി രണ്ടുപേരെയും സിറ്റ് ഔട്ടിലാക്കിയിട്ട് കഥകൊന്ന് ചാരിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത്താഴം കഴിക്കാൻ എഴുന്നേറ്റപ്പോൾ പാമൂസും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി വന്നിട്ട് കിടന്ന് ഉറക്കിയേക്കാണ്. നമ്മുടെ അടുക്കളയൊക്കെ സേവനവാരമൊക്കെ കഴിഞ്ഞ് ഒരുവിധം ക്ലീനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മുടെ ആടിന് കൊടുക്കുന്ന ഫുഡാണ് കേട്ടോ. ഞാൻ എഴുന്നേറ്റ് വന്ന സമയത്താണ് അവർക്കിന്ന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനും അനിയത്തിയും കൂടി ആ ഒരു കാര്യം അങ്ങ് ചെയ്തു. ഇത് വല്ലാത്തൊരു ടാസ്ക്കാണ്, കുറച്ച് സമയം എടുക്കുന്നൊരു ടാസ്ക്കാണ് കേട്ടോ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത്. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളവും ഫുഡൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം അവർക്കും ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ. നമ്മുടെ വീടാണ് ആ കാണുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള ഉയ്പുരയിടത്തിലാണ് ഇവർ നിൽക്കുന്നത്. ഈ ഒരു സീനറി കൊള്ളാം അല്ലേ, നല്ല ഭംഗിയുണ്ട് നമ്മുടെ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നിട്ട് ഈ വ്യൂവിലൂടെ ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. ഇവർ കുടിച്ച് തീരുന്നത് വരെ നമ്മളിവിടെ നിൽക്കണമല്ലോ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവരൊന്ന് പാത്രമൊക്കെ ഫ്രീ ആക്കി തന്നത്. അങ്ങനെ അതും കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ അരിയൊക്കെ ഇടാനുള്ള പരിപാടിയിലൊക്കെയാണ് കേട്ടോ. ആ വെയിലത്തൊന്ന് കയറി വന്നപ്പോഴേക്കും ഞാൻ ആകെ കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം നോമ്പും പനിയുടെ ക്ഷീണവും എല്ലാം കൂടി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വലിയ ജോലി ബാക്കിയുണ്ടായിരുന്നു. നമ്മുടെ ആടിന് ഈ ഒരു പച്ചിലകളുള്ള സ്ഥലത്ത് പോയി കൊണ്ടുവരണം. ഒരു വെയിലത്ത് വീടിൻ്റെ അടുത്തൊന്നും ഒരു പുൽനാമ്പ് പോലും ഇല്ല കേട്ടോ പച്ചിലയായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരെ പോയി ഈ ഒരു തോലൊക്കെ ഒടിച്ചുകൊണ്ട് വന്നതാണ്. അത് നമ്മൾ ആ വണ്ടി തന്നെ വെച്ചിട്ട് എടുക്കാനുള്ള ആരോഗ്യം എനിക്കില്ല കേട്ടോ. വന്നു കഴിഞ്ഞപ്പോഴേക്കും തലയൊക്കെ പെരുത്ത് എന്തോ ഒരു വെയിറ്റ് തലയിലിരിക്കുന്നൊരു ഫീലായിരുന്നു. ആ ജോലി കൂടി കഴിഞ്ഞ് പോയി കുളിച്ച് നിസ്കരിച്ചൊക്കെ വന്നപ്പോൾ ചെറിയൊരു വെളിവ് വീണിട്ടുണ്ട്. എന്നാലും ആ തലയുടെ വെയിറ്റ് അങ്ങോട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ മേലെ പോളയിൽ നല്ല നീര് കെട്ടിയിട്ടുണ്ട്. അതെന്താണാവോ, പക്ഷെ നല്ല വേദനയുണ്ട് കേട്ടോ. വെയിലുണ്ടമ്മോ, ഇത്രയും ടൈമായിട്ടും നല്ല വെയിലാണ് മുറ്റത്തൊക്കെ. ഇന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ചൂട് കൂടുതലുമാണെന്ന്. ഇനി നോമ്പിൻ്റെ ക്ഷീണത്തിൽ തോന്നുന്നതാണോ എന്നറിയില്ല. എന്തായാലും നമ്മളെല്ലാവരും പെട്ട് കിടക്കുകയാണ്. കാരണം എല്ലാവർക്കും ഒരുമിച്ച് വയ്യാണ്ടായപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ. ഞങ്ങൾ കാര്യമായിട്ടൊന്നും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോഴേക്കും സമയം 4 മണിയായി. പാത്തോസ് സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ. എന്നിട്ടതേ പാമൂസിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യാണ്. അനിയത്തിയും 5 ദിവസം ഒരു സൈഡിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. പാത്തോസ് ഉമ്മാമാക്ക് എന്തൊക്കെയോ ഉമ്മച്ച് കൊടുത്തു വിടാണ്, അത് കൊണ്ടുപോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ 2 ദിവസമായി ഉമ്മാമയെ കാണാൻ കയറി പോയിട്ട്. കഴിഞ്ഞ വർഷത്തെ വ്ളോഗിലൊക്കെ എപ്പോഴും നമ്മൾ ഉമ്മാമാനെ കാണിക്കുമായിരുന്നു. കാരണം നമ്മൾ പോകുന്ന സമയത്ത്. ഇപ്പം എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല 2 ദിവസമായിട്ട്. നമ്മുടെ പാമൂസ് ഉണർന്നു. അങ്ങനെ ഉമ്മച്ചി വീണ്ടും അവനെ ഉറക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോഴേക്കും നമ്മുടെ മെയിൻ ഐറ്റം പള്ളിക്കഞ്ഞി എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മാമച്ചിയാണ് പോയി വാങ്ങിക്കൊണ്ട് വരുന്നത്. നമ്മുടെ ബന്ധുക്കളൊക്കെ അടുത്തടുത്തുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കുറച്ച് ഉപകാരങ്ങളും ഉപയോഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കഞ്ഞി എത്തിയപ്പോൾ മണി 5:30 എന്നിട്ട് നമ്മുടെ ആടിൻ്റെ ഫുഡൊന്നും എടുത്ത് അവരുടെ കൂട്ടിൽ വെച്ച് കൊടുത്തിട്ടില്ല. സമയം ഇത്രയും ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് ചെടികളെ ഒന്ന് നോക്കാൻ പോവാം. ഇന്നലെ അങ്ങോട്ട് കയറിയിട്ടേ ഇല്ല, എന്താണ് അവസ്ഥയെന്ന് അറിയില്ല കേട്ടോ. എല്ലാവർക്കും ചെറിയൊരു പരിഭവം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലഭിക്കുന്ന വെള്ളത്തിൻ്റെ അളവും കുറയുന്നുണ്ട്. നമ്മുടെ റോസിലൊക്കെ പൂക്കളൊക്കെ കട്ട് ചെയ്ത് കളയാനുള്ള ടൈമായിട്ടുണ്ട്. നിറമൊക്കെ മങ്ങിയാകെ വയസ്സായി നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബട്ടൺ റോസൊക്കെ ചെറിയ രീതിയിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റോസുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഈ ഒരു ബട്ടൺ റോസാണ്. അങ്ങനെ നിന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് കേട്ടോ. നമ്മൾ കുറച്ച് നാൾ മുമ്പ് കുറച്ച് അടീനെ വാങ്ങി നട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നട്ടിരുന്ന ചട്ടികളും അതിൽ ഉള്ള ചട്ടികളിലെ ചെടികളും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല.
ദേ ഇതാണ് അവസ്ഥ. ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ദേ നമ്മുടെ മുറ്റത്തിന് താഴെ ഒരാളിരുന്ന് അവിടുത്തെ ചെടികളൊക്കെ പിച്ചുന്നത് കണ്ടോ? കുരങ്ങന്മാരെ പറ്റിയാണ് കേട്ടോ ഞാൻ പറയണത്. നമ്മുടെ വലിയ കോഡക്സും താഴെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെ സെറ്റാക്കി വെച്ചു. പിന്നെ കുറേ ചെടികളൊക്കെ മിസ്സിങ് ആണ്, കാണുന്നില്ല. ഇനിയുണ്ട് കലാപരിപാടികൾ. ദേ കണ്ടോ, നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ ഞാൻ ഓർഡർ ആക്കി വാങ്ങി നട്ട് ഒന്ന് ഉഷാറായി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് അടീനിയത്തിൻ്റെ കുറേ ചട്ടികൾ തള്ളിയിട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ചെയ്യാനുള്ള ശാരീരിക അവസ്ഥയോ മാനസികാവസ്ഥയോ ഇല്ല കേട്ടോ. നല്ല ക്ഷീണവും തളർച്ചയും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാലും ഞാനിതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നാളെ ചെയ്യാം. മനസ്സ് മടുത്തു പോയാൽ എല്ലാം കൂടെ എന്ത് ചെയ്യാൻ പറ്റും? അതിനടുത്ത് നട്ടു വച്ചിരുന്ന വെൽവെറ്റിൻ്റെ പ്ലാന്റൊക്കെ ഫുള്ള് പോയി കേട്ടോ. ഒരു സൈഡ് മൊത്തം എന്തിനാണാവോ ഇത്? തിന്നുവാവോ അറിയാൻ വയ്യ. യെസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റിൻ്റെ തളിർനാമ്പുകളൊക്കെ മൊത്തം പോയിട്ടുണ്ട്. ഈ ഒരു ചെടിക്ക് കുഞ്ഞു കുഞ്ഞു തണ്ടുകളാണുള്ളത്. ഇനി ഇത് റെഡിയായിട്ട് വരുമോയെന്ന് അറിയില്ല. ഇതൊക്കെ കഴിഞ്ഞ് ചെടികൾക്കൊക്കെ വെള്ളം നനച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബാങ്ക് കൊടുത്തു കേട്ടോ. ഒന്നിനും ടൈം കിട്ടിയില്ല. ഫുള്ള് ഓടി നടന്നുള്ള നോമ്പ് മുറിക്കലായിരുന്നു. പ്രത്യേകിച്ച് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം ആർക്കും ഒന്നും വേണ്ട. കഞ്ഞി ഉണ്ടെങ്കിൽ അത്രയും മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത്രയ്ക്കും ഹെൽത്ത് നല്ലതല്ല. അപ്പോൾ എല്ലാവരും പറയും ഹെൽത്ത് നല്ലതല്ലെങ്കിൽ നോമ്പ് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. പടച്ചവൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ശരിയാണ്. പക്ഷേ ഒരാഗ്രഹമായിരുന്നു. എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് വയ്യാതായി പോകുമെന്ന് കരുതിയിട്ടില്ല. അപ്പോഴേക്കും എന്താ വാപ്പച്ചി വന്നു. വാപ്പച്ചി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ നമുക്ക് വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മൾ ഓറഞ്ച് ജ്യൂസും നാരങ്ങ വെള്ളമൊക്കെ അടിച്ച് കുടിച്ച് ഒരുവിധം പഞ്ചറായിരിക്കുകയാണ്. നാളത്തെ വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.